നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒന്നിനു പിറകെ ഒന്നായി നാശങ്ങളാണല്ലോ ഭഗവാനെ. അനങ്ങിയാൽ അപകടം, എങ്ങോട്ട് തിരിഞ്ഞാലേ ആപത്ത്. ദേ നിൽക്കുന്നു ചെമ്പകമംഗലം തറവാട്ടിന്മേൽ വന്നു പതിച്ച ഇടുത്തി. എന്താ ചെറിയമ്മ? മോള് വിഷമിച്ച് നിൽക്കുവാണോ? അല്ല, മോളുടെ ആ മുഖം കണ്ടാൽ അറിയാം മോള് വല്ലാതെ നീറുന്നുണ്ടെന്ന്. മോള് സങ്കടപ്പെടണ്ട കേട്ടോ. ദാ മോള് തന്നെ വിളക്ക് വെച്ചു. ആരൊക്കെ കുറ്റപ്പെടുത്തിയാലും മോളുടെ മനസ്സിന്റെ നന്മയും നിഷ്കളങ്കതയൊക്കെ എനിക്കറിയാം. ഇപ്പൊ ആ മനസ്സ് എത്രത്തോളം വേദനിക്കുന്നുണ്ടെന്നും ഈ ചെറിയമ്മയ്ക്ക് മനസ്സിലാവും. മോളുടെ സങ്കടം കാണാൻ ഈ ചെറിയമ്മയ്ക്ക് വയ്യ. ദാ മോള് തന്നെ വിളക്ക് വെച്ചു. വേണ്ട ചെറിയമ്മ, മുത്തശ്ശി ചെറിയമ്മയെ ചുമതലപ്പെടുത്തിയതല്ലേ, അത് ചെറിയമ്മ തന്നെ ചെയ്തു. ഇവരെ തമ്മിൽ എന്താ തർക്കം? ഒന്നും കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. അത് പോരാ, മോള് തന്നെ തുളസിത്തറയിൽ വിളക്ക് വയ്ക്കണം. അതാ അതിന്റെ ഒരു ഐശ്വര്യം. ദാ കാർത്തിക് പോന്റെ തല ആരോ എറിഞ്ഞു പൊട്ടിച്ചോന്ന്. ദേ ന്യൂസ്. അയ്യോ, എന്റെ ദൈവമേ, നശിപ്പിച്ചല്ലോ. കാർത്തിയേട്ടൻ, എന്റെ ഈശ്വരൻ, ഞാൻ എന്തായി കാണുന്നത്? എന്താ ഇവിടെ? എന്താ മാലതി? അമ്മായി, കാർത്തിയേട്ടൻ. കാർത്തിയേട്ടൻ എന്താ? അയ്യോ ഭഗവാനെ, എന്റെ മോൻ. മോനെ കാർത്തി, എന്താ ചെയ്യണ്ട അമ്മായി? എന്താ എന്താ ഇവിടെ പ്രശ്നം? അമ്മേ, കാർത്തി. ഈശ്വര, എന്റെ കുഞ്ഞ്. അയ്യോ മോളെ, മോളെ സാവിത്രി, മോളെ നിന്റെ സാരിയിലെ തീ. അയ്യോ അണക്ക്. അയ്യോ 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 മോളെ, അയ്യോ ആരെങ്കിലും ഒന്ന് ഓടി വരണേ. അയ്യോ ആരത് ചെയ്തത്? ചോദിച്ച കേട്ടില്ലേ ആരത് ചെയ്തതെന്ന്? മീനാക്ഷിയുടെ കൈ തട്ടിയിട്ട് വിളക്ക് താഴെ വീണ് തീ പിടിച്ചതാ. എന്റെ മക്കളെ എല്ലാം കൊലയ്ക്ക് കൊടുത്ത നീ അടങ്ങുമല്ലേ? എടി മിണ്ടരുത് നീ. ശാപകാലത്ത് വന്നു പിറന്ന നാശം പിടിച്ച സന്തതി. രാജലക്ഷ്മി, നീ സൂക്ഷിച്ചു സംസാരിക്കണം. കൂടം കൊണ്ടടിക്കുന്ന പോലെ നിന്റെ വാക്കുകൾ വന്നലയ്ക്കുന്നത് പലരുടെയും ഹൃദയത്തിലേക്കാ. ഞാൻ പ്രസവിച്ചതല്ലെങ്കിലും എന്റെ പൊന്നു മകള അമ്മ ഈ നിൽക്കുന്ന എന്റെ ജയേട്ടൻ എനിക്ക് തന്നിട്ട് പോയ എന്റെ നിധി. അമ്മേ, ഇതെല്ലാം കുറെ കടന്നു പോവുക. അമ്മയെ പോലെ ഒരു വലിയ മനസ്സിന്റെ ഉടമയിൽ നിന്നും ഇത്തരം പ്രവൃത്തികൾ ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചതല്ല.
നഷ്ടപ്പെട്ടതൊക്കെ എനിക്കാണടാ. മകനെ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ വേദന നിനക്കൊന്നും മനസ്സിലാവില്ല. മറ്റുള്ളവർക്കാർക്കും വേദനയില്ലായിരിക്കും. മനസ്സിന്റെ സമനില തകരാറായി നിൽക്കുകയാണ്. കൂടുതൽ സംസാരിക്കാൻ അവസരം ഒരുക്കരുത്. പറയുന്ന ഒന്നും പിന്നെ തിരിച്ചെടുക്കാനാവില്ല. ദൈവിക കാര്യങ്ങളെല്ലാം ഞാൻ നിന്നെയല്ലേ ഏൽപ്പിച്ചിരുന്നത്? അല്ലേ? ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ടവളുമാരെ ഏൽപ്പിക്കാൻ നിന്നോട് ആരാടി പറഞ്ഞത്? അമ്മേ, അത് ചോദിച്ചത് കേട്ടില്ലടി? അത് മീനാക്ഷിയല്ലേ എന്നും ചെയ്യുന്നത്. ഞാൻ കാർത്തിക് മോന്റെ പരിക്കേറ്റ കാര്യം കണ്ടു നിന്നുപോയതാ. ദൈവമേ, കാർത്തി മോന് പരിക്കേറ്റുന്നോ? എന്റെ ഈശ്വര, ഞാൻ എന്തൊക്കെയാ ഈ കേൾക്കുന്നേ? അമ്മേ, സാവിത്രി, എന്താ ഉണ്ടായത്? പറ ചേച്ചി. ഇതെന്താ ആരും ഒന്നും പറയാത്തത്? പോലീസ് ക്ലബിൽ ചെന്നപ്പോ ആരോ കല്ലെറിഞ്ഞതാ. അയ്യോ, ആ മീഡിയക്കാര് ചെയ്യിപ്പിച്ചതായിരിക്കും. ഒന്നിന് പിറകെ ഒന്നായി നാശങ്ങളാണല്ലോ ഭഗവാനെ. അനങ്ങിയാൽ അപകടം, എങ്ങോട്ട് തിരിഞ്ഞാലേ ആപത്ത്. ദേ നിൽക്കുന്നു ചെമ്പകമംഗലം തറവാട്ടിന്മേൽ വന്നു പതിച്ച ഇടുത്തി. എല്ലാത്തിനും കാരണക്കാരി ഇവള ഒറ്റ ഒരുത്തിയ. ഇവള് കാരണോ എല്ലാം നശിച്ചത്. ആ വാള് കാണാതായത്. അതിന് ഞാൻ കൊടുക്കേണ്ടി വന്ന വില എന്റെ മകന്റെ ജീവനാ. ഇപ്പതേ എന്റെ കൊച്ചുമോനെ നാട്ടുകാരെ കല്ലെറിഞ്ഞ് അവന്റെ തല പൊട്ടിച്ചിരിക്കുന്നു. തീരുന്നില്ല. ദേ, തറവാട്ടിലെ നിലവിളക്ക് തട്ടിമറിച്ച് അടുത്തയാളെ കത്തിച്ചേനെ. ഇനി ഇതൊന്നും അങ്ങനെ തീരില്ല. ഒന്നിനു പിറകെ ഒന്നായി ഒരു തീക്കാറ്റ് പോലെ ചെമ്പകമംഗലത്ത് എല്ലാം വീശിയടിക്കും. കാലദോഷത്തിന്റെ പെരുമഴയാ. നീ കാത്തിരുന്ന് നേരിട്ടോ. അമ്മയൊന്ന് അടങ്ങ്, ഇല്ലെങ്കിൽ ഞാൻ എന്റെ പാർട്ട്ണറിൽ പോവും. നീ കരയല്ലേ മോളെ. വല്യേട്ടന് നഷ്ടപ്പെട്ട വേദനയില് അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞങ്ങ് പോകുന്നത്. എടതി, മോളെ വിളിച്ചകത്തുണ്ടോ? ചെല്ലേ. വാ മോളെ, വാ. വീണക്കുഴിയുടെ ആഴം നോക്കി പേടിച്ചു നിൽക്കാതെ കരകയറാനുള്ള വഴിയാണ് ആദ്യം നോക്കേണ്ടത്. അല്ലാതെ അവരവരുടെ നിരാശ മറ്റുള്ളവരോട് തീർക്കലല്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.